റോയിയുടെ സഹോദരനെയും MD TA ജോസഫിനെയും കുടഞ്ഞാൽ കാര്യങ്ങൾ പുറത്തു വരും. ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആവശ്യക്കാരൻ്റെ ആവശ്യമനുസരിച്ച് കൊടുക്കുന്നതിൻ്റെ വലിപ്പമനുസരിച്ച് കാര്യങ്ങൾ കൃത്യമായി വെളുപ്പിച്ചു കൊടുക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കോൺഫിഡന്റ് CJ റോയിയുടെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ടിപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. റോയിയുടെ ദുരൂഹമരണം ആത്മഹത്യയാണെന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്രകാരം ഉറപ്പിക്കുവാൻ കാരണം അവർ പറയുന്ന ന്യായീകരണം 9 പേജുകളുള്ള ആത്മഹത്യാക്കുറിപ്പിന് സമാനമായ ഒരു കുറിപ്പും ഡയറിയും കണ്ടെത്തി എന്നാണ്. അല്ലാത്ത കാര്യങ്ങളിലെല്ലാം വല്ലാത്ത കുൽസിതം കാണുന്ന, സംശയം ഉന്നയിക്കുന്ന, ഗ്രാഫുകളും എക്സ്പ്ലെയിനറുകളും അടക്കം എക്സ്പ്ലെയിൻ ചെയ്യുന്ന, ദുരൂഹത ഉന്നയിക്കുന്ന മൊട്ടായരുണിനും ഏഷ്യാനെറ്റിലെ വാർത്താ തൊഴിലാളികൾക്കുമൊന്നും റോയിയുടെ മരണത്തിൽ യാതൊരു സംശയവുമില്ല. കൊലയാളികൾ തയ്യാറാക്കി കൊടുത്ത ആ നറേറ്റീവ് അവർ മടികൂടാതെ പടച്ചു വിട്ടു തുടങ്ങി. ഒരു 2 ദിവസം കഴിയുമ്പോൾ ആളുകൾ ഇതൊക്കെ മറന്നു തുടങ്ങും. ഞങ്ങളുടെ അന്വേഷണത്തിൽ നിന്നും മനസ്സിലാക്കിയ വ്യക്തമായ ചില നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ റോയിയുടെ സഹോദരൻ CJ ബാബുവിനെയും മാനേജിംഗ് ഡയറക്ടർ പദവിയിലിരിക്കുന്ന TA ജോസഫിനെയും അന്വേഷണ ഉദ്യോഗസ്ഥർ കാര്യമായി ഒന്ന് ചോദ്യം ചെയ്താൽ, ഇവരുടെ കഴിഞ്ഞ 3 മാസങ്ങളിലെ ഫോൺ വിളികളും യാത്രകളും മീറ്റിങ്ങുകളും പരിശോധിച്ചാൽ കൃത്യമായ വിവരം കിട്ടും. ഫോണുകൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ കയ്യിലുള്ള സകലമാന ഫോണുകളും കണ്ടെത്തണം. പല ഫോണുകളും ഇവരുടെ പേരിൽ എടുത്ത സിമ്മുകളല്ല എന്നും മനസ്സിലാക്കണം. ഇതിൻ്റെ പിന്നിൽ വളരെ കൃത്യമായ ഒരു ആസൂത്രണം ഉണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഒരു തരത്തിലും പിഴയ്ക്കാത്ത സെക്കൻഡ് ടു സെക്കൻഡ് ആക്ഷൻ പ്ലാൻ, സ്റ്റോറി ബോർഡ് തയ്യാറാക്കിയിട്ടേ പ്രൊഫഷനുകൾ ഇത്തരം കൃത്യങ്ങൾ നടപ്പിലാക്കൂ. ഈ കൃത്യം പുനരാവിഷ്കരിച്ചാൽ തന്നെ യാതൊരു സംശയത്തിനും ഇട നൽകാത്ത വിധം അവർ അത് തയ്യാറാക്കും, നടപ്പാക്കും എന്നറിയുക. പ്രൊഫഷണലുകളായ ആളുകളെ ഇത്തരം കൊട്ടേഷൻ ഏൽപ്പിക്കുമ്പോൾ യാതൊരു തരത്തിലും പിടിക്കപ്പെടാത്ത രീതിയിലായിരിക്കും അവർ കൃത്യങ്ങൾ ആസൂത്രണം ചെയ്യുക, നടപ്പിലാക്കുക. അന്വേഷണ ഏജൻസികൾക്കും കോടതികൾക്കും വേണ്ട ആ മോട്ടീവും എവിഡൻസുമെല്ലാം അവർ തയ്യാറാക്കിയിരിക്കും. അതിനെ പൊളിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും അസാധ്യവുമായിരിക്കും. അതിനായി അവർ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വേണ്ടുന്ന സകല എലമെന്റുകളും അവർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഒന്ന്, ഒരു കൊലപാതകത്തെ ആത്മഹത്യയായി ചിത്രീകരിക്കണമെങ്കിൽ ഒരു സ്ട്രോങ് കോസ് അഥവാ കാരണം വേണം ആത്മഹത്യക്ക്. അത് സാമ്പത്തിക ബാധ്യതയോ മറ്റേതെങ്കിലും ഏജൻസികളുടെയോ മറ്റാളുകളുടെയോ സമ്മർദ്ദമോ ഒക്കെ ആവാം. അത് റോയിയുടെ വിഷയത്തിലും കൃത്യമായി ഒരുക്കി വെച്ചിട്ടുണ്ട്. റോയിയുടെ വിഷയത്തിലും വിദേശത്തുള്ള ബിസിനസ്സിൽ പ്രതിസന്ധി ഉണ്ടായിരുന്നു എന്ന് വരുത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഏജൻസികളെ കൊണ്ട് മാനസിക സമ്മർദ്ദം കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ മരണകാരണം റെഡി. പലപ്പോഴും ഇതിൽ അറിഞ്ഞോ അറിയാതെയോ ഇടപെടുന്ന ഏജൻസികൾക്ക് പലപ്പോഴും ഈ കൊട്ടേഷന്റെ പൂർണ്ണമായ ഒരു ലക്ഷ്യമോ വ്യാപ്തിയോ രൂപമോ ഒന്നും അറിയുവാൻ ഇടയില്ല. അവർക്ക് ലഭിക്കുന്ന ആ പ്രയോജനം മാത്രമായിരിക്കും അവരുടെ മോട്ടീവ്. എന്നാൽ ഇതിൻ്റെ പൂർണ്ണമായ ഒരു സ്റ്റേക്ക് ഹോൾഡർ ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരിക്കും. ഈ കൃത്യം നടന്നത് പെട്ടെന്നൊരു പ്രൊവോക്കേഷനിലല്ല, മറിച്ച് നാളുകളായി ആലോചിച്ച് ഉറപ്പിച്ച് നടത്തിയ ഒരു ആത്മഹത്യയാണെന്ന് ഉറപ്പിക്കുവാൻ തക്ക കാര്യങ്ങളെല്ലാം ഇതിൽ ഇവർ ഒരുക്കിയിട്ടുണ്ട്. റോയിയുടെ മരണത്തിലും ആത്മഹത്യാക്കുറിപ്പെന്ന് വേണമെങ്കിൽ കോടതിയിൽ സ്ഥാപിക്കുവാൻ പറ്റുന്ന ഒരു ഡോക്യുമെന്റും ഇവിടെയുണ്ട്. ഇത് ഒരു വിവിധോദ്ദേശ കത്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം അതിൽ പണം കൊടുക്കുവാനുള്ളവരുടെ പേരും അവരെ കൈവെടിയരുതെന്നും അവരെ ചേർത്ത് നിർത്തണമെന്നും പ്രതിപാദിക്കുന്നുണ്ട്. ഈ കുറിപ്പിൽ പറയുന്ന പേരുകാർ ഈ കൃത്യം ചെയ്യിച്ചവരുടെ വേണ്ടപ്പെട്ടവരായിരിക്കാം. ചേർത്ത് നിർത്തണം എന്ന് പറയുന്നവരും ഇവന്മാരുടെ വേണ്ടപ്പെട്ടവർ തന്നെയായിരിക്കും. അങ്ങനെ റോയിയുടെ കുറിപ്പെന്ന് പറയുന്ന ഈ കുറിപ്പുകൾ കൊണ്ട് ഇതൊരു പ്ലാൻഡ് ആത്മഹത്യയാണെന്ന് ഇവർക്ക് സ്ഥാപിക്കാം. റോയിയുടെ മരണമൊഴിയായി കണക്കിലെടുത്ത് ഇതിനൊരു ലീഗൽ സാങ്ക്ടിറ്റിയും നേടിയെടുക്കാം. റോയ് തന്നെ മരണക്കുറിപ്പിൽ പറഞ്ഞിരുന്നു ഇവർക്ക് ഇത്ര പണം കൊടുക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കോടതി മുഖേനയും ഭാവിയിൽ ഇവർക്ക് കോടികൾ തട്ടിയെടുക്കുവാൻ ഈ കുറിപ്പ് ഉപകരിക്കും. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ ആകുമ്പോൾ ഇതിൻ്റെ ആധികാരികത പരിശോധിക്കുവാൻ സാധിക്കില്ല. കാരണം പലതും ബ്ലാക്ക് ഇടപാടുകളായിരിക്കും, പലതും ഒരു ഗുഡ് ഫെയ്ത്തിൻ്റെ വെറും വിശ്വാസത്തിൻ്റെ പേരിലുള്ള ഇടപാടുകൾ ആയിരിക്കും. 100 കോടിയുടെ ആഡംബര വാഹനങ്ങൾ വാങ്ങി പ്രദർശിപ്പിക്കുമ്പോൾ 10,000 കോടി യാതൊരു ഡോക്യുമെന്റും ഇല്ലാതെ തൻ്റെ മുന്നിൽ വരും എന്ന ശാസ്ത്രം റോയിക്ക് നന്നായി അറിയാമായിരുന്ന ആളായിരുന്നു. അങ്ങനെ ഒരു റോയി സ്വയം പെടുവർണ്ണം തൊട്ടുകെട്ടിപ്പിടിക്കുമോ? ഒരിക്കലുമില്ല. അതുപോലെ റോയിയുടെ മുറിയിൽ കയറുവാൻ റോയ് വിചാരിക്കാതെ സ്വന്തം ഭാര്യയ്ക്കോ മക്കൾക്കോ പോലും സാധ്യമല്ലായിരുന്നു. സ്വൈപ്പിംഗ് കാർഡ് വെച്ചല്ലാതെ ആ മുറിയിൽ കയറുവാൻ സാധിക്കില്ലായിരുന്നു.
അപ്രകാരം കയറുവാൻ അധികാരമുണ്ടായിരുന്ന ഒരേ ഒരാളായിരുന്നു മാനേജിംഗ് ഡയറക്ടർ ടി.എ. ജോസഫ്. റോയിയുടെ മരണസമയത്ത് ടി.എ. ജോസഫും സെക്യൂരിറ്റികളും അവിടെ ഉണ്ടായിരുന്നു എന്നത് ശ്രദ്ധിക്കണം. അതുപോലെ CCTV പ്രവർത്തിച്ചിരുന്നില്ല എന്നത് മനഃപൂർവ്വം ഇപ്രകാരം ഒരു കൃത്യം ചെയ്യുവാനായിരുന്നു എന്നതിലും സംശയം വേണ്ട. ഇതിൽ നിന്നും CCTV പ്രവർത്തിപ്പിക്കാതെ അവസരത്തിനായി ഇവർ കാത്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരാളുടെ കൈപ്പടയിൽ അതേപോലെയുള്ള കത്തുകൾ, ഡോക്യുമെന്റുകൾ തയ്യാറാക്കുവാൻ, എന്തിന് ഒപ്പുകളിടാൻ കഴിവുള്ള നിരവധി പ്രൊഫഷണലുകളായ ആളുകൾ നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ളത് വിസ്മരിക്കരുത്. നിസാരം വക്കീലാഫീസിലിരിക്കുന്ന ഗുമസ്തന്മാർ പോലും ഇക്കാര്യത്തിൽ ബിരുദന്മാരാണ്. അത്രയ്ക്ക് നിസ്സാരമാണ് ഇത്തരം ഡോക്യുമെന്റുകൾ തയ്യാറാക്കുന്നതും ഒപ്പുകൾ ഇടുന്നതും എന്ന് നാം മനസ്സിലാക്കണം. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിലൊരു കാട്ടുവക്കീൽ എന്നറിയപ്പെടുന്ന ഒരാളുണ്ട്. LLB പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിലും പാസ്സായിട്ടില്ല. എന്നാൽ അദ്ദേഹത്തെ കാണുമ്പോൾ സബ് കളക്ടർമാരും തഹസിൽദാർമാരും വില്ലേജ് ഓഫീസർമാരും അടക്കം എഴുന്നേറ്റ് നിന്ന് തൊഴും. കാരണം അതാണ് അയാളുടെ സ്കില്ല്. അദ്ദേഹത്തിന് അത്രയ്ക്ക് കഴിവാണ്. 1965 ഒരു പ്രമാണം കാണിച്ചിട്ട് അതിൻ്റെ ഫയലിലിരിക്കുന്ന രേഖകളെല്ലാം ഒന്ന് കാണിച്ചു കൊടുത്താൽ അതിലുള്ള ആ ഡോക്യുമെന്റുകൾ അതേ കൈപ്പടയിൽ അന്ന് അവിടെ ഇരുന്ന ആ വില്ലേജ് ഓഫീസറുടെ അതേ ഒപ്പിൽ അതേ പഴക്കത്തിൽ അതിൻ്റെ വ്യാജൻ ഈ കാട്ടുവക്കീൽ നിർമ്മിച്ചു നൽകും. അതുകൊണ്ടാണ് ഇയാളെ കാണുമ്പോൾ ഞാൻ പറഞ്ഞ ആളുകൾ നിന്ന് നമസ്കരിക്കുന്നത്. ഇതുപോലെയുള്ള ആളുകൾ ഉള്ളപ്പോൾ ഏത് കുറിപ്പും എന്ത് ഡോക്യുമെന്റും ആരുടെ കൈപ്പടയിലും ഒപ്പിലും ഉണ്ടാക്കിയെടുക്കാം. അതുകൊണ്ട് ഡോൺ ജമ്പ് ഇൻ ടു ദ കൺക്ലൂഷൻ. അതുപോലെ ജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിൽ പലതും ബിനാമി ഇടപാടുകളാണ്. റോയിയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെങ്കിലും നിയന്ത്രിക്കുന്നതെങ്കിലും മുന്നിൽ നിർത്തുവാൻ ഒരു ഷീൽഡായിട്ടാണ് മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്ത് ഒരാളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതായത് ഷാപ്പ് നടത്തിപ്പുകാരൻ ഷാപ്പിന് ലൈസൻസ് എടുക്കുന്നത് അവിടുത്തെ കറിവെപ്പുകാരൻ്റെ പേരിലായിരിക്കും. കാരണം വല്ല വിഷമദ്യ ദുരന്തമുണ്ടായാലും വല്ലവൻ്റെ കണ്ണടിച്ചു പോയാലും പണി കിട്ടരുത്. അതുപോലെ കേരളത്തിലെ ഉൾപ്പെടെ സകല പദ്ധതികളിലും ഇന്ന് ടി.എ. ജോസഫിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. NAD നേവൽ ആർമമെന്റ് ഡിപ്പോയ്ക്ക് സമീപം യാതൊരു വിധത്തിലും വലിയ ഫ്ളാറ്റുകൾക്ക് പെർമിഷൻ കൊടുക്കുവാൻ പാടില്ല എന്നിരിക്കെ എങ്ങനെയാണ് ഇവർ പെർമിഷൻ തരപ്പെടുത്തിയത് എന്നൊക്കെ ചെറിയൊരു അന്വേഷണം നടത്തുന്നത് നല്ലതാണ്. CJ റോയിയുടെ പല സുപ്രധാന രഹസ്യങ്ങളും വിവരങ്ങളും ഇടപാടുകളും രേഖകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലവുമെല്ലാം ഈ ടി.എ. ജോസഫ് അറിയാതെ ഒരു അന്വേഷണ ഏജൻസികൾക്കും ലഭിക്കില്ല എന്നതാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ ഇന്ന് CJ റോയിയുടെ സഹോദരൻ CJ ബാബു മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു പ്രഖ്യാപിക്കുന്നത് കണ്ടു. കമ്പനിയുടെ പ്രോജക്റ്റുകളെല്ലാം MD ടി.എ. ജോസഫും മകനും ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകും എന്ന്. മകന് റോയിയുടെ ബിസിനസ്സെക്കുറിച്ചോ ഇടപാടുകളെക്കുറിച്ചോ ഒന്നും യാതൊരു ഐഡിയയും ഇല്ല എന്ന് മനസ്സിലാക്കുക. ഇവർ പറയുന്ന പോലെ മുന്നോട്ട് പോകുവാനേ ആ മകനും സാധിക്കുകയുള്ളൂ. KP യോഹന്നാൻ്റെ ദുരൂഹമരണം പോലെ തന്നെ റോയിയുടെ മരണത്തിനും സമാനതകളുണ്ട്. KP യോഹന്നാൻ്റെ ട്രസ്റ്റുകളിൽ നിന്നും യോഹന്നാൻ്റെ ഭാര്യയെയും മക്കളെയും റീലിംഗ്വിഷ് ചെയ്ത് ബിനാമികളെ കയറ്റിയതിനു ശേഷമാണ് KP യോഹന്നാനെ തീർത്ത് കളഞ്ഞത്. ഇനി ആ ട്രസ്റ്റുകൾ ഏത് ട്രസ്റ്റുകളിലേക്ക് ലയിക്കും എന്ന് മാത്രം നോക്കിയാൽ മതി. അതുപോലെ റോയിയുടെ പ്രോജക്റ്റുകൾ, റിസോർട്ടുകൾ, വാങ്ങിക്കൂട്ടിയ സ്ഥലങ്ങളെല്ലാം ഇനി ഏത് ചിട്ടി മുതലാളിയുടെ കമ്പനിയിലേക്ക് മെർജ് ചെയ്യും എന്ന് കാത്തിരുന്നാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ റോയിയുടെ മരണം വളരെ ആകസ്മികമായിരുന്നെങ്കിലും യാതൊരു ആകസ്മികതയും തുറന്നുള്ള നടപടിക്രമങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിച്ചില്ല. ഇതുപോലെയുള്ള ദുരൂഹമരണങ്ങളുടെ എല്ലാം പ്രത്യേകതകളാണ് അത്. അവയെല്ലാം വളരെ പ്രൊഫഷണലായി മാനേജ് ചെയ്യപ്പെടും. ഒരു ആകസ്മികതകൾക്കും അർത്ഥശങ്കകൾക്കും അവരിടം കൊടുക്കില്ല. റോയിയുടെ സംസ്കാരവും അതുപോലെ തന്നെയായിരുന്നു. വളരെ പ്രൊഫഷണലായി നടന്നു. കൃത്യം നടക്കുമ്പോൾ വിദേശത്തായിരുന്ന കുടുംബം അതിരാവിലെ കൃത്യമായി എത്തി. സ്വന്തം വീട്ടിൽ കയറാതെ ആഡംബര ഹോട്ടലിൽ അവർ തങ്ങി. എല്ലാവരും ഫോട്ടോഷൂട്ടിന് അനുയോജ്യമായ രീതിയിൽ ഒരേ രീതിയിൽ സമാന വസ്ത്രങ്ങൾ അണിഞ്ഞ് ഫോട്ടോഷൂട്ടുകൾക്ക് നിന്നുകൊടുക്കുന്നു. രാവിലെ 10 മുതൽ 2 വരെ റോയിയുടെ പ്രിയപ്പെട്ട നേച്ചേഴ്സ് ലക്ഷറി കാസ്കേഡിൽ പ്രദർശനം നടത്തിയ ശേഷമായിരുന്നു സംസ്കാരം നടന്നത്. വൈകിട്ട് 4:30 നേച്ചേഴ്സ് ലക്ഷറിയിൽ വളരെ ലക്ഷറിയായി തന്നെയാണ് സംസ്കാരവും നടന്നത്. പള്ളിസൻ തെരയിൽ തന്നെ മൃതദേഹം സംസ്കരിക്കണമെന്ന് പള്ളിയോ പള്ളി പാതിരിമാരോ പറഞ്ഞില്ല. കാരണം റോയി ഒരു ഈശ്വരനായിരുന്നു, കോടീശ്വരൻ. അന്ത്യചുംബന സമയത്ത് ഭർത്താവിൻ്റെയും പിതാവിൻ്റെയും ആ നെറ്റിയിൽ അവസാന ഉമ്മ നൽകി യാത്ര അയക്കുവാനായി ഭാര്യയ്ക്കും മക്കൾക്കും ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുന്നതും ഒരു അപൂർവ കാഴ്ചയായിരുന്നു. പൊട്ടും എന്നുറപ്പുള്ള പടത്തിന് കോടുകൾ പൊടിച്ച് ശതകോടികൾ വാരിയെറിഞ്ഞ തൻ്റെ പ്രൊഡ്യൂസറെ കാണുവാൻ മോഹൻലാൽ എത്തിയില്ലെങ്കിലും ലാലിൻ്റെ റീത്തുമായി ലാലിൻ്റെ ഡ്രൈവർ ആന്റണിയും അവിടെ കൃത്യമായി എത്തിയിരുന്നു. ലാലിൻ്റെ റീത്ത് മാധ്യമങ്ങൾ വാർത്തയാക്കി എന്ന് ഉറപ്പുവരുത്തി തന്നെ ഏൽപ്പിച്ച പണി വൃത്തിയായി ചെയ്തിട്ടാണ് ഡ്രൈവർ ആന്റണി അവിടെ വിട്ടത്.
വളരെ ചേർത്ത് നിർത്തുന്ന ഒരു സ്വഭാവമുള്ള ആളായിരുന്നു. അദ്ദേഹം ഞാൻ പരിചയപ്പെട്ട കാലം മുതൽ എനിക്ക് അത് എൻ്റെ മനസ്സിൽ നിന്ന് മായാത്ത ഒരുപാട് ഓർമ്മകളും കാഴ്ചകളും ഒക്കെ തന്നൊരാളാണ്. കാരണം സ്നേഹം നമുക്ക് നമ്മുടെ ഉള്ളിൽ തോന്നുന്നതല്ല എന്ന് പലപ്പോഴും ചില ഇൻസിഡൻറ്റിലൂടെ നമുക്ക് മനസ്സിലാവുന്ന പോലത്തെ ഒരാളായിരുന്നു ഡോക്ടർ. അപ്പോൾ അവരുടെ കുടുംബവുമായിട്ട് വളരെ ബന്ധമുണ്ട്. അപ്പോൾ വേർപാട് ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം നമുക്കൊരാവശ്യമുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫിൽ നമുക്ക് കയറി ചെല്ലാൻ പറ്റുന്നൊരാൾ എന്ന് ഞാൻ വിശ്വസിച്ച ഒരാളായിരുന്നു ഡോക്ടർ. അപ്പം അത് കൂടെ ഇല്ല എന്ന് പറയുന്നത് വിഷമമാണ്. അടുത്ത് അങ്ങനെ സംസാരിക്കാൻ പറ്റിയില്ലേ? 1990 കാസനോവെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ വരുമ്പോൾ വലിയൊരു മലയാള സിനിമയിൽ ബിഗ് ബഡ്ജറ്റ് ചിത്രം എന്നായിരുന്നു. പിന്നെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന് ബാക്കപ്പ് ആയിരുന്നില്ല. അതിന് വലിയൊരു മുന്നോട്ട് പോകാനുള്ള ഒരു ആത്മവിശ്വാസം തീർച്ചയായിട്ടും അതായിരുന്നു. ആ കമ്പനി കാസനോവ എന്ന് പറയുന്ന സിനിമ എടുക്കുകയും ഡിസ്കഷൻ നടക്കുകയും ചെയ്യുന്ന സമയം മുതൽ ആദ്യം മുതലേ അദ്ദേഹം ഞാനുമായിട്ട് ഒരുപാട് ചർച്ചകൾ ചെയ്യും. ആ സിനിമയുടെ ആദ്യ ലൊക്കേഷൻ നോക്കുന്ന സമയം മുതൽ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞ് ആ പടത്തിനകത്തേക്ക് ഞാനും അസോസിയേറ്റ് ചെയ്യും. അതായത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടപെട്ടപ്പോൾ അങ്ങനെ വന്ന് ഒരു ലാസ്റ്റ് പുറത്ത് ഇറങ്ങിയത് കുറച്ച് സമയമെടുത്ത് വന്നൊരു പടം. ഒരല്പമെങ്കിലും അന്താളിപ്പ് നമുക്ക് കാണുവാൻ സാധിച്ചത് CJ റോയിയുടെ മകൻ രോഹിത്തിലായിരുന്നു. രോഹിത്തിന്റെ പ്രതികരണം കാണുക. My father was a great man, and I'm truly shocked of what happened, and I'm lost for words of how to explain what led him to reach to this point. But I would like to thank everyone for attending today and all the media for supporting him when he was alive, as well as when he's no more with us. അച്ഛൻ എന്തെങ്കിലും തരത്തിൽ സമ്മർദ്ദമുള്ളതായിട്ട് സംസാരത്തിൽ എന്തെങ്കിലും മനസ്സിലായി? ഒന്നും പറഞ്ഞിട്ടുണ്ടായില്ല. കമ്പനിയെ കുറിച്ചുള്ള ഇതാണ്. ഇനി കമ്പനി എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുക എന്നുള്ളത് ഞാൻ വേറെ ദിവസത്തിൽ I will come back and do a press release after. അതുപോലെ റോയിയുടെ സഹോദരൻ CJ ബാബുവിന്റെ പ്രതികരണം കാണുക. ഇപ്പോൾ റോയി പോയി, ഇനി റോയി ഇല്ല. റോയി ഏത് പ്രോഗ്രാമിലും ഇനി റോയിനെ കാണാൻ പറ്റില്ല. വേറെ നമ്മുടെ പഴയ പ്രോഗ്രാം CD-യിലോ അല്ലെങ്കിൽ റെക്കോർഡഡ് കാണാമെന്നല്ലാണ്ട് റോയി ഇന്നില്ല. എനിക്ക് ഈ സമയത്ത് ഒന്നും സംസാരിക്കാൻ ഉള്ള കണ്ടീഷനിലല്ല. മറ്റന്നാൾ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ടല്ലോ കൊച്ചിയിൽ. ആര് വിളിച്ചിട്ടുണ്ട്? കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്നൊരു വാർത്താ സമ്മേളനം വരെ പറഞ്ഞിട്ടുണ്ട്. അത് മറ്റേ കേരള ഹെഡായിരിക്കും, മിസ്റ്റർ ജോസഫ് ആയിരിക്കും. ഈ പോലീസിൻ്റെ അന്വേഷണം സമാന്തരമായിട്ട് നടക്കുന്നുണ്ടല്ലോ. അതെ, ഉദ്യോഗസ്ഥർ സംസാരിച്ചിരുന്നു. ഇന്നലെ ഞാൻ കണ്ടിരുന്നു. ഇന്നലെ ഞങ്ങളെല്ലാവരും സംസാരിച്ചിരുന്നു. നമ്മൾക്ക് കുറേ ആശങ്കകളുണ്ടല്ലോ വിഷയത്തിൽ. പറഞ്ഞിരുന്നു പോലീസ്. അതിനോട് ഇപ്പം ഞാൻ പറയാൻ ഒന്നും ബാബുടെ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞത് അല്ല, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവരാണ് ഉണ്ടായിരുന്നത് അവിടെ. വേറെ റോയ്ക്ക് കടമായിട്ടോ റോയ്ക്ക് വേറെ ലോണോ അങ്ങനത്തെ ഒന്നുമില്ല. എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്കും അറിയില്ല. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം സംഭവിച്ചത് എന്താണെന്ന് കുടുംബത്തിന് അറിയണം. അതായത് നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകും. അല്ല, അത് എനിക്കറിയില്ല. അന്വേഷണത്തിൽ നമുക്ക് തൃപ്തിയുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പരാതിയുണ്ടോ? പരാതിയൊന്നുമില്ല. ഈ അന്ന് സംസാരിച്ചപ്പോഴും അദ്ദേഹം ഈ കാണണമെന്നല്ലാതെ മറ്റെന്തെങ്കിലും കാര്യം പറഞ്ഞിരുന്നോ? ഒന്നും പറഞ്ഞിട്ടില്ല. റോയി എന്നോട് ചോദിച്ചത് നീ എപ്പോഴാണ് തിരിച്ചു വരുന്നത്? 2-3 പ്രാവശ്യം എന്നെ വിളിച്ചായിരുന്നു. രാവിലെ 10:40 എന്നെ വിളിച്ചത്. 10:40, 42, 49 ഇങ്ങനെ 3 സമയത്താണ് എന്നെ വിളിച്ച് എപ്പോഴാണ് ബാംഗ്ലൂർക്ക് വരുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ വൈകിട്ട് 7 മണിക്ക് വരുന്നതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അതിനേക്കാൾ മുമ്പ് ആൾ അന്ന് തന്നെ പോയി. അമ്മയെ വിളിച്ചായിരുന്നു? ആഗ്രഹം പറഞ്ഞു വിളിച്ചിട്ടില്ല. കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ വിളിച്ച് പുള്ളി സംസാരിച്ചിരുന്നു അന്നത്തെ ദിവസം? മകനെയോ അത് എനിക്കറിയില്ല കേട്ടോ. സംഭവിച്ചത് അറിയണം. പക്ഷേ അത് ലെറ്റ് ദ ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീഡ്. ലെറ്റ് സീ വാട്ട്. പുള്ളിയുടെ ഫ്രണ്ട് സർക്കിളിൽ കുറേ ആൾക്കാരായിട്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും പുള്ളി. അപ്പോൾ അതിലെന്തെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ എന്തെങ്കിലും സൂചനകളായിട്ട് അവർക്ക് ആർക്കെങ്കിലും കിട്ടിയിരുന്നോ? അങ്ങനെയല്ലോ. അല്ല, ഇങ്ങനെ എന്ത് സൂസൈഡിൻ്റെ കാര്യം അല്ല, മാനസിക ബിസിനസ്സിലെ ആൾക്കൊരു പ്രശ്നമല്ല. ഈ ഡസ് നോട്ട് ഹാവ് അങ്ങനെ ആരോ ത്രെട്ടോ പ്രശ്നമോ കടോ അങ്ങനത്തെ ഒന്നുമില്ലാത്ത
ഇല്ലാത്തൊരു മനുഷ്യനാണ്. ഈ ലീവ്ഡ് ഹിസ് ലൈഫ്, അത്ര എനിക്ക് പറയാനുള്ളൂ. ഈ പ്രോജക്ട്സ് ഒക്കെ നിലവിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒന്നുമില്ലാതെ നടക്കും. പ്രോജക്ട്സ് വിൽ കണ്ടിന്യൂ. കുടുംബമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു അവരെന്തൊക്കെ എങ്ങനെ മകനോ അല്ലെങ്കിൽ അവരെൻ്റെ കൂടെ ഉണ്ടല്ലോ, അവരെൻ്റെ കൂടെ ഉണ്ടല്ലോ. അവർക്കൊന്നും അങ്ങനെ ഒരു ഒന്നും അറിയില്ല. അവർക്കൊന്നും അറിയില്ല. അദ്ദേഹത്തിന്റെ സമ്മർദ്ദമായിരിക്കാം എന്നുള്ളതാണ്. അങ്ങനെ അതിപ്പോൾ ഞാനിപ്പോൾ പറയുന്നില്ല, ഇന്നത്തെ ദിവസം അത് ശരിയല്ല സംസാരിക്കുന്നത്. ഈ ദുബായിൽ നിന്നാണോ ഫാമിലിയൊക്കെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നത്? അതെ, 31 തീയതി രാവിലെ 6 മണിക്കാണ് അവരെല്ലാവരും, അല്ല 4 മണിക്ക് രാവിലെ എത്തിയായിരുന്നു. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്തെങ്കിലും വരും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അവിടെ? അത് എനിക്കറിയില്ല, അത് ഡിപ്പാർട്ട്മെന്റ് പറയണേ. ചോദിക്കാൻ പാടുണ്ടോന്ന് അറിയാം. എന്നാലും ഈ സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അല്ല ഒരു സംശയമൊക്കെ സ്വാഭാവികമായിട്ട് ഇനി എന്തെന്നുള്ള ഒരു ചോദ്യം പൊതുവെ പൊതുസമൂഹത്തിൽ ഉയരുന്ന സ്വാഭാവികമാണ്. അങ്ങനെ ലൈവായി നിൽക്കുന്ന ഒരു സമയത്ത് അപ്രതീക്ഷിതമായിട്ടാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. പിന്നെ കോൺഫിഡൻസ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് എന്താണെന്നുള്ളൊരു അല്ല, മോനുണ്ട്, പിന്നെ ജോസഫ് ഉണ്ട്, അവരെല്ലാവരും ഉണ്ട്. അവരെ മുന്നോട്ട് കൊണ്ടുപോകും. കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ സാർ ഇങ്ങനെ ഒരു സമ്മർദ്ദം എന്ന് പറഞ്ഞില്ല, ഇന്നിപ്പോൾ അത് പറയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, അല്ല, അത് ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓരോന്നും പറയുന്നത് ശരിയല്ല. എന്നാൽ റോയിയുടെ അമ്മയുടെ ആ കരച്ചിൽ കരളലിയിക്കുന്നതായിരുന്നു. അമ്മ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ സ്വന്തം മകനെ യാത്ര അയക്കേണ്ടി വന്ന ആ അമ്മയുടെ ദുഃഖം പറഞ്ഞറിയിക്കുവാൻ സാധിക്കില്ല. റോയിയുടെ യാത്രയയപ്പ് ദൃശ്യങ്ങളിലേക്ക്.
ആരാണ് റോയിയെ നേരത്തെ യാത്രയാക്കിയത്? അത് കണ്ടെത്താനാവുമോ? അതോ മറ്റ് കോടികളുണ്ടായിരുന്ന ഈശ്വരന്മാരുടെ പിടിമരണം പോലെ ഇതും ഉത്തരം കിട്ടാത്ത ഒരു സമസ്യയായി തുടരുമോ? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.